ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാനൊരു 1.5-2 മണിക്കൂർ നമ്മുടെ തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോയി. 3-നോടനുബന്ധിച്ചുള്ള കൺവെൻഷൻ. അപ്പോൾ വലിയ അനുഗ്രഹമായിരുന്നു കേട്ടോ. ഒരുപാട് പേരെ, കുറച്ച് കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി പറ്റി. ഹല്ലേലൂയ. 2 മണിക്കൂറത്തെ ശുശ്രൂഷ, പക്ഷെ വളരെ നല്ലതായിരുന്നു. വലിയ ദൈവാനുഗ്രഹപ്രദമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഫെലിക്സ് പിതാവും വലിയൊരു കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് കുറച്ച് നാളുകളായി ഒരു സാക്ഷിയൊക്കെ വായിച്ചൊരു സാക്ഷ്യം വായിക്കാം. ശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിൻസി. ഞാൻ ഖത്തറിലാണ്. എൻ്റെ 9 വയസ്സുള്ള മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഞാൻ അച്ഛൻ്റെ ഹാഫ് കുടുംബാംഗമാണ്. ഫുൾ കുടുംബാംഗമാകാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ചില ആൾക്കാരൊക്കെ ചെന്നാണ് ഫുൾ കുടുംബാംഗമാണ് എന്ത് ചെയ്യണമെന്ന് അല്ലേ. ഫുൾ കുടുംബാംഗം ആകണമെന്നുണ്ടെങ്കിൽ അഭിഷേകാഗ്നി ശുശ്രൂഷയും കൂടെ കാണണം. പിന്നെ ആവശ്യമുള്ളവരാണെന്നെങ്കിൽ ഫ്രൂട്ട് ഓഫ് മേരി ഒക്കെ കാണണം. പിന്നെ ഹോളി സ്പിരിറ്റ് ഈവനിങ് ഇതൊക്കെ വരണം. ഇപ്പം എന്തായാലും ശരിക്കും അഭിഷേകമെങ്കിലും കാണണം. അല്ലേ ലൂയ്യ. കഴിഞ്ഞ വർഷം ഞാൻ അച്ഛൻ ദോഹയിൽ വന്നപ്പോൾ, ശരി, ഖത്തറിലൊരു ധ്യാനം ഉണ്ടായിരുന്നു, കൺവെൻഷൻ. ഞാനും എൻ്റെ മകളും ധ്യാനം അറ്റൻഡ് ചെയ്തിരുന്നു. അന്ന് മുതൽ എൻ്റെ മകൾ അച്ഛൻ്റെ ഒരു ഫാൻ ആയി മാറി. അയ്യോ, ഈശോയുടെ കേട്ടോ. ഈശോനെ ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അന്നാണ് ഞാൻ അച്ഛൻ്റെ ചെറിയ ടോക്ക് അംഗമാകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട്. ഞാൻ കാണാൻ ലേറ്റായാൽ എൻ്റെ മകളാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. പിള്ളേരായ ഇങ്ങനെ വേണം കേട്ടോ. കുഞ്ഞുങ്ങളെ കേട്ടല്ലോ അല്ലേ. എൻ്റെ മകൾ ജനിച്ച് 5-ാം ദിവസം മുതൽ അവൾക്ക് സ്കിൻ അലർജി തുടങ്ങി. പല മരുന്നുകളും ക്രീമുകളും മാറി യൂസ് ചെയ്തു. തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം മാത്രമായിരുന്നു. വലുതാകും തോറും അതിൻ്റെ സിവിയറിറ്റി ഒരു അത്യാവസ്ഥയായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് കുറയും. പക്ഷെ എന്നാലും കയ്യിലും പിന്നെ കഴുത്ത് ഫോൾഡിങ്സ് ഉള്ള എക്സിമ മാറുന്നില്ല. വിൻ്റർ ആകുമ്പോൾ ചൊറിഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടുമായിരുന്നു. സ്കെയിൽസ് ആയിരുന്നു. ക്രീം തേച്ചില്ലെങ്കിൽ കൈ ആരുടെയെങ്കിലും മുമ്പിൽ വയ്ക്കാനോ മുടി പൊക്കി കെട്ടാനോ ഒന്നൊക്കെ മടിയായിരുന്നു. ദോഹയിൽ ധ്യാനത്തിൽ ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഇടവകയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്നാണ് അച്ഛൻ തലയ്ക്ക് പിടിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുക. ദൈവാനുഗ്രഹത്തിൽ അന്ന് ഈവനിങ്ങിൽ ഇന്റർ ചർച്ച് കോമ്പറ്റീഷൻ സോങ്സിൻ്റെ ഉണ്ടായിരുന്നു. മെയിൻ ചർച്ചിൽ എൻ്റെ മൂത്ത മകൾ അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലിയായി ആ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയി. അവിടെ വന്നപ്പോഴാണ് അച്ഛൻ അപ്പോഴും ഈ ആശീർവാദം നൽകി പ്രാർത്ഥിക്കുന്നതെന്ന് അറിഞ്ഞത്. എൻ്റെ മോൾക്ക് അന്നേരം അച്ഛൻ്റെ അടുത്ത് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ ഭയങ്കര ആഗ്രഹം. മൂത്ത ആളാണ് പ്രോഗ്രാമിലാണ്. ഞാൻ എൻ്റെ മൂത്ത മകനോടും പ്രോഗ്രാം കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന ടെൻറ്റിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഇളയ മോൾ അച്ഛൻ്റെ അവിടെ വന്നപ്പോൾ ഒരുപാട് പേര് വെയിറ്റിങ്. അച്ഛൻ അന്ന് രാത്രിയിലാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണം. മിക്കവാറും നടക്കില്ല എന്ന് വോളണ്ടിയേഴ്സ് പറഞ്ഞു. എന്തായാലും മോളുടെ നിർബന്ധം കാരണം ഞങ്ങൾ അവിടെ നിന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കാണ് കാര്യം അറിയാം. പിള്ളേർ പറഞ്ഞ് ഞാൻ കാണുന്നുള്ളത് പിള്ളേർക്കറിയാം. ദൈവാനുഗ്രഹം കാരണം എനിക്ക് മോൾക്കും പിന്നെ അച്ഛനെ കാണാൻ വേണ്ടി പറ്റി. ആ സമയത്ത് തന്നെ എൻ്റെ മൂത്ത 2 കുട്ടികളും പ്രോഗ്രാം കഴിച്ച് കൃത്യം അവിടെ എത്തി. ഫാമിലിയെ കണ്ട് ആശ്വാസിക്കുന്നു. അച്ഛൻ പറഞ്ഞൊരു 33 വിശ്വാസ പ്രമാണം 33 ദിവസത്തേക്ക് ചെല്ലാൻ വേണ്ടി ഞങ്ങൾ അതെനിക്ക് ഫുള്ളി പുറക്കാൻ പറ്റിയാൽ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 2072 എപ്പിസോഡിൽ അലർജി, എക്സിമ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ടോക്ക് കേട്ടത് മാറാനുള്ള. അന്ന് മുതൽ ഇന്ന് വരെ ആ ടോക്ക് എന്നും ഞാനും മോളും മുടങ്ങാതെ കേൾക്കാൻ വേണ്ടി തുടങ്ങി. ദൈവത്തിൻ്റെ വലിയ കാരണം മോളുടെ എക്സിമ പരിപൂർണമായിട്ട് മാറി. ഇപ്പോൾ ഇവിടെ വിൻ്ററാണ്, എന്നാൽ എൻ്റെ മോൾക്ക് സ്കിൻ അലർജി ഉണ്ടായിട്ടില്ല. അച്ഛനോട് യേശുവി രോഗസൗഖ്യത്തിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് സാക്ഷി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറാ രോഗങ്ങൾ മാറ്റും. അത് ഈശോയാണ്, മനുഷ്യനല്ല. അത് ചെയ്യുന്ന ഈശോയാണ്. ഈശോയുടെ വചനമാണ് സുഖപ്പെടുത്തുന്നത് അല്ലേ. മരുന്നോ ലേപനമുള്ള വചനമാണ് സുഖപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തായാലും അങ്ങനത്തെ രോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നമ്മുടെ നാവ് എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. സുഭാഷിതങ്ങൾ 25:12, പ്രോവേഴ്സ് ചാപ്റ്റർ 12 അതിന് വേഴ്സ് 15, 12:15 ആ വചനം. സുഭാഷിതങ്ങൾ 25:12 കേട്ടോ. സുഭാഷിതങ്ങൾ 25:12, 25:12 വചനമുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ നമ്മൾ നാവ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചില ആൾക്കാർ പറയുമല്ലോ, പുള്ളി ആള് കുഴപ്പമില്ല, പക്ഷെ നാവ് അത്ര ശരിയല്ല അല്ലേ. ചിലപ്പോൾ വേറെ ചില പേരുകൾ എന്താ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പല നാവിന് പല രീതിയിലൊക്കെ. അതൊക്കെ പോട്ടെ, ഇത് പറയണ്ട. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വചനം വെളിപ്പെടുത്താണ്. ക്ഷമ കൊണ്ട് ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ ഒരുപക്ഷെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എന്നിട്ട് പറയാണ്, മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെ പോലെ മുട്ടയ്ക്കാനുള്ള കഴിവുണ്ട്. എന്തൊരു വചനമാണിത്. ഈശോയുടെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പറയും എന്തൊരു വചനമാണെന്ന് പറയുന്നുണ്ടല്ലേ. എന്ന് പറയുന്നത് എനിക്ക് ഓരോ വചനം കേൾക്കും അറിയാതെ എന്തൊരു വചനമാണ്. വചനം ഈശോയാണ്. വചനമാണ് മാറ്റമില്ലാത്ത വചനമാണ് സത്യം.
അതിനകത്തൊന്നും ഒരിക്കലും ഒരു വ്യത്യാസം വരികയില്ല, അതേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ പറയുകയാണ്, ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അന്വയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. ഞാനൊരു ഹോൾ ലൈഫ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ സമയത്ത് നമ്മൾ ഓരോ സ്കൂള്, കോളേജ്, പഠിച്ചിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഓരോന്നും നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോണ്ടല്ലോ, ശരിക്കും ക്ഷമയുണ്ടെങ്കിൽ എത്ര വലിയ ഇഷ്യൂ നിൽക്കുന്നതാണെങ്കിലും ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊരു ഒരു ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഓർക്കാണത് എന്നിട്ട് പറയുകയാണ്, മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെ പോലെ പൊട്ടിക്കുക. ഒരു അസ്ഥി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഉദാഹരണം പറഞ്ഞാൽ പട്ടിക്ക് കടിക്കാൻ വേണ്ടിയിട്ട് അസ്ഥി ഇട്ട് കൊടുത്ത പോലെ അത് എളുപ്പമല്ലല്ലോ. പക്ഷെ ഒരു മൃദുലമായ നാവിന് അസ്ഥിയെ എന്ന് പറഞ്ഞാൽ അസ്ഥിയെ പോലെ കഠിനമായിരിക്കുന്ന മനസ്സുകൾ, വ്യക്തിബന്ധങ്ങളൊക്കെ നമുക്ക് മൃദുലമായ ഒരു നാവുണ്ടെങ്കിൽ അതിനെ ഉടച്ച മാംസമാക്കാൻ പറ്റും. ഇവിടെ മാനസാന്തരം ഉണ്ടാവും. ഞാൻ ഓർക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് പട്ടാലിച്ചനെങ്ങാണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെ ശക്തി, പവർ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ കോപിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായത് നമുക്ക് ശരിക്കും മൃദുലമായ നാവ്, സൗമ്യമായ നാവ്. സൗമ്യമായ നാവിനെ കുറിച്ചൊക്കെ ഒരുപാട് വചനങ്ങളുണ്ട് എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ കോപം കൊണ്ട്, നമ്മുടെ എടുത്തുചാട്ടം, നമ്മുടെ പൊട്ടിത്തെറി കൊണ്ടാണ് ഇതെല്ലാം ഇവരൊക്കെ വ്യത്യാസം വരുന്നത്. ഒരു വ്യത്യാസം വരികയില്ല എന്നുള്ളത് ഇത്രയും പ്രായം കൊണ്ട് മനസ്സിലായല്ലോ. ഇനി ഒന്ന് മാറ്റിപ്പിടിക്കുക, ഇനി ഒന്ന് മാറ്റിപ്പിടിക്കുക. നമ്മൾ ചേച്ചിമാരൊക്കെ പറയല്ലേ, എല്ലാ ദിവസവും ചമ്മന്തിയാണെന്ന് മാറ്റിപ്പിടിക്കുക അല്ലേ? അതൊന്ന് മാറ്റിപ്പിടിച്ചേ. ഹല്ലേലൂയാ. നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ വചനം വിടരുത് കേട്ടോ. ക്ഷമ കൊണ്ട് എത്ര വലിയ അന്വയിപ്പിക്കാൻ പറ്റും. അതിന് ടോപ്പ് ഡിഗ്രിയില്ല മറ്റേത് പറഞ്ഞു. പക്ഷെ ഇത് മറ്റേത് ഉറപ്പാണ്. മൃദുലമായ നാവിന് കടുത്ത അസ്ഥികൾ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, അതുപോലെയൊക്കെ ഇരിക്കുന്ന ചില വ്യക്തി ജീവകഥകൾ, ഈ മൃദുലമായ സംസാരമുള്ള വ്യക്തിയുടെ അടുത്ത് ഇതുപോലെ മാനസാന്തരപ്പെടുന്ന അനുഭവങ്ങൾ. ഞാൻ അഭിഷേകത്തിന് പറ്റുവാണെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി പരിശ്രമിക്കാം. പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അത്ഭുതകരമായ ഒരു സൗഖ്യവും വിടുതലും നൽകണമേ. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് കർത്താവ് ഈ നാവിൻ്റെ അല്ലെങ്കിൽ പരുഷമായ മറുപടി അതൊക്കെ മാറി സൗമ്യത, ശാന്തത, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്ന് ഈ വചനം ജീവിക്കാൻ ഇവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ആരൊക്കെ ഈ ഒരു കൃപ വേണമെന്ന് ആശീർവാദിച്ചിട്ടുണ്ട്, ഈ വചനം നിങ്ങളിൽ ഈശോയുടെ നാമത്തിൽ മാംസം ധരിക്കട്ടെ. ഈശോയായി വചനം മാറട്ടെ. അതിന് ഈശോയാണല്ലോ. അതുപോലെ തന്നെ കർത്താവ് ദൈവം സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുവാണ്. ഈശോയാണ് ആ എക്സമ രോഗം മാറ്റിയതെന്ന് ഈ സമൂഹത്തിൽ ഞാൻ പരസ്യമായിട്ട് ഏറ്റുപറയുന്നു. കർത്താവായ ദൈവമേ, ഈശോ മാത്രമാണ് ചെയ്യുന്നത്. പത്രോസ്ലേഖ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എങ്ങനെ നോക്കുന്നത്? ഞാനല്ല, ഇത് ഈശോ ചെയ്തതാണ്. അവന്റെ യേശുവിന്റെ നാമത്തിന് വീണ്ടും ഏറ്റുപറയാം. എല്ലാ മഹത്വം പുകഴ്ച ആരാധന അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ സൗഖ്യം പ്രാപിക്കാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഇടയിൽ ഈശോ ചെയ്തത് മുൻകൂട്ടി മഹത്വം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആശ്രയിക്കുന്നു. ലൂക്ക 6:19, ലൂക്ക 9:1-2, റോമ 16:20. കർത്താവായ ദൈവം ഈ വചനങ്ങളെല്ലാം വെച്ച് പ്രത്യേകം ആശീർവദിക്കുക. ശരീരത്തിൽ എക്സിമ എത്ര വർഷമാണെങ്കിലും, എത്ര പ്രായമുള്ളതാണെങ്കിലും, എത്ര ട്രീറ്റ്മെന്റ് നടത്തുകയാണെങ്കിലും കർത്താവ് യേശുവിന്റെ നാമത്തിൽ അർപ്പിക്കാൻ വന്ന വിശുദ്ധ കുർബാന യോഗ്യതയാൽ പൗരോഹിത്യത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന മുഴുവൻ കൃപകളോട് ചേർത്ത് സാത്താനെ ബന്ധിക്കാനുള്ള അധികാരം ഉപയോഗിച്ച് യേശു നാമത്തെ ബന്ധിക്കുന്നത് അത് വിട്ടുവാ. കുരിശന്റെ ചുവട്ടിൽ നിബന്ധിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ വചനശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ കുരിശിന്റെ അടയാളം മുദ്രിതമായി തീരട്ടെ. യേശുവിന്റെ തിരുടത്തോളം നിങ്ങൾ കഴുകപ്പെടട്ടെ. കർത്താവായ ദൈവം നാമാന്റെ കുഷ്ഠരോഗം അത് ശരീരം പൂർവ്വ ശിശുവിന്റെ സ്കിൻ എന്നതുപോലെ ആയിത്തീർന്നതുപോലെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.